എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് 1ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ യൂണിറ്റ് 12 തുമ്പി വിമാനങ്ങൾ എന്ന പാഠഭാഗമാണ്. മക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് കൂടെ ചെയ്തേക്കണേ. മക്കളെ, ചിത്രത്തിൽ കാണുന്ന തുമ്പിയുടെ പേരെന്താ? സൂചിത്തുമ്പി. അപ്പോൾ ഇനി പാഠഭാഗം വായിക്കാം. സൂചിത്തുമ്പി പറന്നു വന്നു. അതിൻ്റെ കാലുകളിൽ ഒരു കൊതുകിനെ ഇറുക്കി പിടിച്ചിരിക്കുന്നു. മക്കളെ, സൂചിത്തുമ്പിയുടെ കാലുകളിൽ എന്താണ് ഇറുക്കി പിടിച്ചിരിക്കുന്നത്? അതെ, ഒരു കൊതുകിനെ. കുളക്കരയിൽ ഇലത്താവളത്തിൽ ഹെലികോപ്റ്റർ പോലെ സൂചിത്തുമ്പി പറന്നിറങ്ങി. എന്നിട്ട് കൊതുകിനെ ഉത്സാഹത്തോടെ തിന്നാൻ തുടങ്ങി. മക്കളെ, സൂചിത്തുമ്പി പറന്നിറങ്ങിയത് എന്തുപോലെയാണ്? ഉത്തരം ഹെലികോപ്റ്റർ പോലെ. അപ്പോൾ ഒരു ശബ്ദം, ഡ്രും ഡ്രും ഡ്രും. അതാ മറ്റൊരു തുമ്പി വിമാനം. കല്ലൻ തുമ്പിയാണ് വരുന്നത്. കല്ലൻ തുമ്പിയുടെ ചിറക് തട്ടി സൂചിത്തുമ്പിയുടെ കാലിൽ നിന്ന് കൊതുക് തെറിച്ചു പോയി. മക്കളെ, സൂചിത്തുമ്പി കൊതുകിനെ തിന്നുകൊണ്ടിരുന്നപ്പോൾ തട്ടിത്തെറിപ്പിച്ചത് ആരാണ്? കല്ലൻ തുമ്പി. എൻ്റെ തീറ്റ തട്ടിത്തെറിപ്പിച്ചോ? സൂചിത്തുമ്പിക്ക് ദേഷ്യം വന്നു. അത് ഫോണെടുത്ത് വിളിച്ചു. ഹലോ ഹലോ, കടുവത്തുമ്പിയല്ലേ, സഹായിക്കണം. മക്കളെ, സൂചിത്തുമ്പി ഫോണെടുത്ത് വിളിച്ചത് ആരെയാണ്? കടുവത്തുമ്പിയെ. മഞ്ഞ യൂണിഫോം ഇട്ട കടുവത്തുമ്പി പാറി വന്നു. ഡ്രും ഡ്രും ഡ്രും. കല്ലൻ തുമ്പിയുടെ പിറകെ പാഞ്ഞു. സൂചിത്തുമ്പിയും പിറകെ പോയി. ഡ്രും ഡ്രും ഡ്രും. പറന്നു ചെന്ന കടുവത്തുമ്പി വാലുകൊണ്ട് ഒറ്റയടി. കല്ലൻ തുമ്പി ഒഴിഞ്ഞു മാറി. ഊഞ്ഞാൽ വള്ളിയിൽ തട്ടി. വാൽ ഒടിഞ്ഞു തൂങ്ങി. നോക്കൂ, ചിത്രത്തിൽ ഉറുമ്പുകളെ കാണാം അല്ലേ? നോക്കൂ, ഒരു ഉറുമ്പ് എന്താ പറയുന്നത്? അയ്യോ, തുമ്പി വിമാനം വീഴുന്നേ. വേറൊരു ഉറുമ്പ് പറയാണ്, പാവം, വാലൊടിഞ്ഞതാ. ഉറുമ്പുകൾ കടുവത്തുമ്പിയെ ഹോസ്പിറ്റലിലാക്കി. ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഇട്ട വാലുമായി കടുവത്തുമ്പി കുളക്കരയിലൂടെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ കടുവത്തുമ്പി എന്തോ ഒരു കാഴ്ച കാണുകയാണ്. കണ്ടോ? ഇതെന്താ, തീറ്റ മത്സരമാണോ? തുമ്പികൾ മറുപടി പറയുകയാണ്, അല്ല, രുചിയുത്സവം. മക്കളെ, ഇതാരാ സംസാരിക്കുന്നത്? സൂചിത്തുമ്പിയാണ്. സൂചിത്തുമ്പി സോറി പറയുകയാണ്. അപ്പോൾ കുളത്തിൽ ഒരിളക്കം. മത്സ്യങ്ങളാണോ? അല്ലല്ലോ, അതാ വെള്ളത്തിൽ കുറേ കൊതുക് തീനി തുമ്പികൾ. സൂചിത്തുമ്പിയും മക്കളുമാണ്. അവ മത്സരിച്ച് കൂത്താടികളെ ഭക്ഷിക്കുകയാണ്. കടുവത്തുമ്പിയെ കണ്ട സൂചിത്തുമ്പി പറഞ്ഞു, സോറി. മക്കളെ, ഒരു ചോദ്യം ചോദിക്കുകയാണ്. കുളം ഇളക്കിയത് ആരൊക്കെയായിരുന്നു? സൂചിത്തുമ്പിയും മക്കളും. സൂചിത്തുമ്പിയും മക്കളും എന്താണ് ഭക്ഷിച്ചത്? കൂത്താടികളെ. അടുത്ത പ്രവർത്തനം, ഓന്ത് മുട്ടയിടുമോ? മക്കളെ, നോക്കിയേ, ഇതൊരു കുട്ടിയുടെ ഡയറി കുറിപ്പാണ്. അപ്പോൾ അതൊന്ന് വായിച്ചാലോ? ഒക്ടോബർ 27 വെള്ളി. എൻ്റെ വീട്ടിലെ ചെടിയുടെ താഴെ ഓന്തിനെ കണ്ടു. ഞാൻ അതിനെ കുറച്ചു സമയം നോക്കി. അപ്പോൾ ഓന്ത് കുഴിയുണ്ടാക്കുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, അതിനെ ഒന്നും ചെയ്യരുത്. കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ കുഴിയിൽ കുറേ മുട്ട. പിന്നെ ഓന്ത് തന്നെ കുഴിയിലേക്ക് മണ്ണ് നിറച്ചു. അതിനുശേഷം ഓന്തിനെ കാണുന്നില്ല. ഈ ഡയറിക്കുറിപ്പ് ആരാ എഴുതിയത്? ആദിദേവ് എന്ന കുട്ടിയാണ്. സ്കൂളിൻ്റെ പേരെന്താ? SV UP സ്കൂൾ, മുത്തത്തി, പയ്യന്നൂർ. അടുത്ത പ്രവർത്തനം, എൻ്റെ ഡയറി. ഏതെങ്കിലും ഒരു മത്സ്യത്തെ നിരീക്ഷിച്ച് അറിഞ്ഞ കാര്യങ്ങൾ ഡയറിയായി എഴുതൂ. മക്കളെ, നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു മത്സ്യത്തെ നിരീക്ഷിക്കുക. എന്നിട്ട് അറിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ എഴുതുക. ജനുവരി 31 ചൊവ്വ. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തുന്ന സ്വർണ്ണ മത്സ്യങ്ങളെ, അതായത് ഗോൾഡ് ഫിഷ്, കുറച്ചു നേരം നിരീക്ഷിച്ചു. സ്വർണ്ണ നിറത്തിലുള്ള അതിൻ്റെ ചിറകുകളും വാലും വെള്ളത്തിലാടുന്നത് കാണാൻ നല്ല രസമാണ്. ഇവ വളരെ പാവപ്പെട്ട മീനുകളാണ്. ദിവസവും തീറ്റ കൊടുക്കുന്ന ആളെ തിരിച്ചറിയാൻ സ്വർണ്ണ മത്സ്യത്തിന് പ്രത്യേക കഴിവുണ്ട്. കുഞ്ഞി കൊതിയന്മാരായ ഇവർക്ക് മീൻ തീറ്റ ആണ് ഇഷ്ടം. പക്ഷേ ഒരുപാട് ഭക്ഷണം കൊടുക്കരുത്, വയർ കേടാകും. വീടിനുള്ളിൽ വളർത്താൻ പറ്റിയ ഏറ്റവും നല്ല മത്സ്യമാണ് സ്വർണ്ണ മത്സ്യം. മക്കളെ, അടുത്ത പ്രവർത്തനം ഇവിടെ തന്നിട്ടുള്ളത് ഒരു പട്ടിക പൂർത്തിയാക്കാനാണ്. എന്താണ്? ചെറുജീവികൾ. ഇനം, പേര്. 2 കോളം ഉണ്ട്. അതിൽ ആദ്യത്തേത് ഇനം, രണ്ടാമത്തെ കോളത്തിൽ വരുന്നത് പേര്. ആദ്യം വരുന്നത് കാലില്ലാത്തവ.
അതായത് ചെറുജീവികളിൽ കാലില്ലാത്ത ജീവികളാണ്. ഉത്തരം മണ്ണിര. അടുത്തു വരുന്ന ഇനമേതാ? 4 കാലുള്ളവ. 4 കാലുകളുള്ള ചെറുജീവികൾ ഏതൊക്കെയാണ്? ഓന്ത്, അരണ, പല്ലി. അടുത്തു വരുന്നത് 6 കാലുള്ളവ. 6 കാലുള്ള ചെറുജീവികൾ ഏതൊക്കെയാണ്? ഈച്ച, പാറ്റ, ഉറുമ്പ്, കൊതുക്. അടുത്തു വരുന്നത് 8 കാലുള്ളവ. 8 കാലുള്ള ചെറുജീവികൾ ഏതൊക്കെയാണ്? എട്ടുകാലി, തേൾ. അടുത്തെന്താ എഴുതിയിരിക്കുന്നത്? ഒത്തിരി കാലുകൾ ഉള്ളവ. ഒത്തിരി കാലുകളുള്ള ചെറുജീവികൾ ഏതൊക്കെയാണ്? തേരട്ട, പഴുതാര, പുഴു. മക്കളെ, ടീച്ചർ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം മക്കൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. 6 കാലുള്ള ടീച്ചർ തന്നിട്ടുള്ള ചെറുജീവികളല്ലാതെ വേറൊരു ജീവിയുടെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉത്തരം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തു വരുന്നത് ഒരു പാട്ടാണ്, കുഞ്ഞറകൾക്കുള്ളിൽ. ഈ പാട്ടിൽ ഒരു വരിയുടെ പകുതി നാം എഴുതി ചേർക്കേണ്ടതുമുണ്ട്. 100 100 കുഞ്ഞറകൾ മണ്ണിലുണ്ടേ, കുഞ്ഞറകൾക്കുള്ളിലുണ്ട് കുഞ്ഞുറുമ്പുകൾ. മണ്ണിലുള്ള കുഞ്ഞറകൾക്കുള്ളിൽ നിന്നും വരി വരിയായി പോകുന്നു കുഞ്ഞുറുമ്പുകൾ. മണ്ണിലുള്ള കുഞ്ഞറകൾക്കുള്ളിൽ നിന്നും വരി വരിയായി അരി തേടി പോകുന്നു കുഞ്ഞുറുമ്പുകൾ. മണ്ണിലുള്ള കുഞ്ഞറകൾക്കുള്ളിൽ നിന്നും വരി വരിയായി അരിമണികൾ തേടിപ്പോകുന്നു കുഞ്ഞുറുമ്പുകൾ. വരി വരിയായി തിരികെ വരും കുഞ്ഞുറുമ്പുകൾ, അരിമണികൾ പേറി വരും കുഞ്ഞുറുമ്പുകൾ. മണ്ണറകൾക്കുള്ളിലുള്ള കുഞ്ഞറകൾക്കുള്ളിലുണ്ട് കുഞ്ഞു കുഞ്ഞു ജീവിതങ്ങൾ കുഞ്ഞുറു